ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാള എല്ലാം ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഉപ്പിടുമ്പോൾ സവാള പെട്ടെന്ന് വാടി കിട്ടുമല്ലോ, അങ്ങനെ നമ്മൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം, അതായത് നമ്മൾ ഈ ചിക്കൻ കറി വെക്കാനുള്ള മെയിൻ കാരണം, നാളെ നോമ്പ് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രീസർ ഒന്ന് കാലിയാക്കണം. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നേച്ച് ചിക്കൻ കുറച്ച് കറി വെക്കാനും കുറച്ച് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാരിനേഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിക്കുള്ള സവാള എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ വാടി വന്നപ്പോൾ സവാളയുടെ കോലമാണ് ഇത്രയും ഉണ്ടായുള്ളൂ. സത്യത്തിൽ ഞാൻ 2 സവാള ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വാടി ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടിട്ട് വാട്ടും. ഇവിടെ നമ്മൾ ചിക്കൻ മസാല എല്ലാം ആഡ് ചെയ്യുന്നത്, നമ്മൾ ബാക്കിയുള്ള സ്പൈസസ് എല്ലാം കൂടി എടുത്ത് പൊടിച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മസാല വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ട് നമ്മൾ ചേമ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചേമ്പാട്ടോ ഇവിടെ ഇടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഇടുന്നതിനേക്കാൾ കൂടുതൽ ചേമ്പ് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ചേമ്പും ചേനയൊക്കെ പുഴുങ്ങി കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇതുപോലെ കറിയിലൊക്കെ ഇട്ട് കഴിക്കാനാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൊണ്ട് നല്ല സൂപ്പർ കറിയായിരിക്കും. ഇപ്പോൾ തന്നെ നല്ല കറിയൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ ചേമ്പ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ചേമ്പിലോട്ട് മസാലയും ആ കറിയുടെ ടേസ്റ്റൊക്കെ കൂടെ കയറുമ്പോൾ നല്ല സൂപ്പർ കറിയായിരിക്കും. അപ്പോൾ നമ്മൾ പീസിൻ്റെ ഒക്കെ കുറവ് കാരണമാണ് നമ്മൾ ഇത് ഇടുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ ചിലവാകുന്നതാട്ടോ. അപ്പോൾ നമ്മളതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് ചൂടാക്കിയിട്ട് നമ്മളതൊരു ജാറിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ജാറിൽ നിന്ന് നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മളിത് അടിച്ചെടുക്കുവാണ്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ആട്ടോ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം, നന്നായി തരിതരിയൊന്നും ഇല്ലാതെ നല്ല ഒരു പൗഡറായിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും പൊടിച്ച് കിട്ടുക. അപ്പോൾ ഇതിന് കുറച്ച് മാത്രമേ നമ്മൾ നമ്മളുടെ കറിയിലേക്ക് ആഡ് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ കറിയിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം, നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. കളറാണെങ്കിലും നല്ലപോലെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കറി. അപ്പോൾ തന്നെ നല്ല വായിൽ നിന്ന് വെള്ളം ഊറുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കറിയൊക്കെ കുറച്ച് നേരം തിളയ്ക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ട് പിന്നെയും നമ്മളൊന്ന് മൂടി വെക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കുറച്ച് നേരം, അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കനാണ്. അപ്പോൾ അത് എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും ചോറും ചിക്കൻ ഫ്രൈയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുവാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാലോ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കും അനിയത്തിക്കും അപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ